ഇതാണ് വിവോയുടെ Y200E എന്ന് പറയുന്ന ഒരു മോഡൽ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന മോഡലാണ് വരുന്നത്. സാഫ്രോൺ ഡിലൈറ്റ് എന്ന് പറയുന്ന കളറാണ്. ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു എക്കോ ലെതർ ടെക്നോളജിയാണ്. ഇതിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് മറ്റ് ലെതർ പോലെ ഇതിൽ ചെളി പിടിക്കുകയൊന്നുമില്ല. അതുമല്ല ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന വേറൊരു കളർ വേരിയൻറ്റും വരുന്നുണ്ട്. അതിൽ എക്കോ ലെതർ ടെക്നോളജി അല്ല വന്നിരിക്കുന്നത്, നോർമലായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഭാരം വരുന്നത് 191 ഗ്രാമാണ്. അതുപോലെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 7.79 mm തിക്നെസ്സിക്ക് വരുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ റിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സൈഡിലെല്ലാം വരികയാണെങ്കിൽ അലുമിനിയം കോട്ടിങ് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ലെല്ലാം അടിയിലാണ് വരുന്നത്. മറ്റ് സാധാ ഫോണിൽ വരുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വരുന്നത്. പ്രത്യേകിച്ച് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഈ ബാക്കിലുള്ള ആ ഒരു സാഫ്രോൺ കളറിൻ്റെ ഒരു ഇത് മാത്രമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ 1800 നിറ്റ്സിൻ്റെ E4 AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു നോർമൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഫ്ലിക്കർ സെൻസറുമാണ് വരുന്നത്. 3 ക്യാമറ പുറകിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രമേ മെയിൻ ക്യാമറയായിട്ട് വരുന്നുള്ളൂ. അതിലൊരെണ്ണമാണെങ്കിൽ 2 മെഗാപിക്സലേ വരുന്നുള്ളൂ. പിന്നെ ഒരു ക്യാമറ വരുന്നത് ഫ്ലിക്കർ സെൻസറാണ്. അത് നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫ്ലിക്കർ സെൻസറിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഫ്ലിക്കറിങ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ബ്ലൂടൂത്ത് 5.5ഉം LPDDR4Xൻ്റെ റാമും USF 2.2 ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് 8GB 128GB അതുപോലെ 6GB 128GB എന്നിങ്ങനെ 2 വേരിയൻറ്റുകളുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ പ്രോസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 nm ടെക്നോളജിയിൽ വരുന്നൊരു പ്രോസറാണ്. 2.2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ആൻഡ്രോയിഡ് 14ഉം ഫൺ ടച്ച് OS 14 ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഒക്കെയാണ്. 5000 mAh ബാറ്ററി 44 വാട്ടുമാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വിവോയുടെ Y200E എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റൊക്കെയാണ് വരുന്നത്. അതുപോലെ ഇതിൽ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ ഇതിൽ ക്യാമറയുടെ കാര്യം പറഞ്ഞത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ടെന്നാണ്. ഇല്ല, 2 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ അല്ല വരുന്നത്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ഇഷ്യൂ ഇല്ല, നല്ല ഫോട്ടോസൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും കറയോ ചെളിയോ അങ്ങനെയൊന്നും പിടിക്കുകയല്ലാത്ത വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ പ്രൈസിങ് വരുന്നത് 6GB RAM 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 20,000 രൂപയാണ്. അതുപോലെ തന്നെ 8GB RAM 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 21,000 രൂപയാണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഓക്കെയാണ്. 20,000 രൂപയ്ക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത്ര ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ എന്നിരുന്നാലും നമുക്ക് ഇതിൽ 8GB RAM കിട്ടുമ്പോൾ 256GB വേരിയൻറ്റ് കിട്ടുന്നില്ല. 128GB ആണ് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ ഫോൺ, ഇഷ്ടപ്പെട്ടോ, ഇതിൻ്റെ കളർ എങ്ങനെയുണ്ട്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് കൊണ്ടൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റുന്നതായിരിക്കും. അൺബോക്സിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വളർന്നു വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.